ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വെഡ്ഡിങ് സീരീസിലെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള സൽമാൻ ഖാൻ്റെ വീട്ടിലെ റിസപ്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ സൽമാൻ ഖാൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരു ബസ്സിൽ ഇവിടുന്ന് ഒരു ഏർലി മോർണിംഗ് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരൂർ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ്. രാവിലെ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. ആക്ച്വലി ഇതൊരു ഡേ 5 അല്ല, ഡേ 6 ആണ്. കാരണം ഈ റിസപ്ഷൻ്റെ തലേ ദിവസം അവിടെ സൽമാൻ ഖാൻ്റെ വീട്ടിൽ ഇവരുടെ പഞ്ചാബി നൈറ്റ് നടന്നിട്ടുണ്ട്. അതിന് നമ്മൾ വേറെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കിയുള്ളവരാണ്. അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കുറ്റിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പോകാനുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. സമയം ഒരു 6:30 ഒക്കെ ആവുന്നേ ഉള്ളൂ. ബസ് വന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ നല്ല തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഏകദേശം ഒരു തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ നല്ല നെയ്റോസ്റ്റും വടയൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റ് നമ്മളെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തേക്കുന്ന തിരക്കും പാക്കിങ്ങും 1 ഡേക്ക് റിസപ്ഷന് വേണ്ടിയാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളവിടെ എത്തുമ്പോഴാവും അതെടുത്തില്ല ഇതെടുത്തില്ല എന്നുള്ള ഓർമ്മ നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ലഞ്ചിൻ്റെ ടൈമിലാണ് എണീക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഒരു 1:30 ഒക്കെ ആയപ്പോൾ തിരുവല്ല ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ലഞ്ചൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ ഇനി അവിടുന്ന് ഒരു ഏകദേശം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിസപ്ഷൻ ഹാളിലോട്ടല്ല, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം പോയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലിലോട്ടാണ് പോകുന്നത്. കൊട്ടാരക്കര നിലമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടൽ ഹിൽവേ പാർക്കിലായിരുന്നു നമ്മൾ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു 6 മണി ഒക്കെ ആകുമ്പോഴാണ്. അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞാനിതേ ഒരു മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുക ചെയ്തിട്ടുള്ള എൻ്റെ ഡ്രസ്സ് ഒരു ഗ്രീൻ കളറ് സ്കേർട്ട് ആൻഡ് ബ്ലൗസാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇത് എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇടയിലൂടെയും കുറച്ച് ഫോട്ടോസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ന്യൂ കപ്പിൾസിൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി അവിടുന്ന് ആറ്റിങ്ങിൽ വെച്ചിട്ടായിരുന്നു നമ്മളെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിനെ മാറ്റി നിർത്തിയിട്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ എൻട്രി ആണത്. അതിനുശേഷം നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് അവരുടെ എൻട്രി. അങ്ങനെ നമ്മളെല്ലാവരും ബ്രൈഡിനെയും ഗ്രൂമിനെയും വെയിറ്റ് ചെയ്ത് അവരുടെ എൻട്രി വെയിറ്റ് ചെയ്തിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാളിൽ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് നല്ല അടിപൊളി ഒരു എൻട്രി ആയിരുന്നു. മാഷാ അല്ലാഹ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ലൈറ്റുകൾ വരുന്നത്. അതാണ് വിഷ്വൽസിനൊരു ബ്രൈറ്റ്നെസ് കുറവ്.
നമ്മളെ ബ്രൈഡിനോട് ഗ്രൂമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ഗ്രൂമിനോട് ബ്രൈഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രൗഡിൻ്റെ സൗണ്ടും നമ്മൾ സ്പീക്കറിൻ്റെ അടുത്തായതുകൊണ്ട് ആ രണ്ട് സൗണ്ടും കൂടി ആയിട്ട് വോയിസ് വലിയ ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനത് അതിൻ്റെ വിഷ്വൽസ് ആഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഈ കാണുന്ന ഡാൻസ് പ്ലാൻഡ് അല്ല കേട്ടോ. അവിടെ വിളിച്ചിട്ടുള്ള ഡാൻസേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മളെ കസിൻസ് എല്ലാവരും സ്റ്റെപ്പ് നോക്കി അപ്പോൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ അങ്ങനെ കുറേ സമയം എല്ലാവരും സ്റ്റേജിൽ തന്നെ ആയിരുന്നു, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. ഞാനും സ്റ്റേജിൽ തന്നെ ആയതുകൊണ്ട് വിഷ്വൽസ് ഞാൻ എടുക്കുമ്പോൾ അത് ബാക്കിൽ നിന്നായി ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് ആഡ് ചെയ്തിട്ടില്ല, കട്ട് ചെയ്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പിന്നെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതേ നമ്മളെ കേക്ക് കട്ടിങ് സെറമണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ നിക്കാഹിൻ്റെ ഫോട്ടോസാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോർണറിൽ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരിപാടികൾ ഇതേപോലെ ഒരുപാട് ട്രഡീഷണൽ ഒപ്പനയും ഡാൻസും ഫാമിലി മെമ്പേഴ്സിൻ്റെ പാട്ടും ഡാൻസും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം ട്രാവൽ ചെയ്ത് അവിടെ എത്തിയോണ്ട് പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്നൊക്കെ ആയതുകൊണ്ട് ഫോൺ ഒരുപാട് സമയം ചാർജ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോണിലെ ചാർജ് തീർന്നുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് ഇല്ല, ഇത്രയും അന്നത്തെ ദിവസത്തെ വിഷ്വൽസ് ഉള്ളൂ. പിന്നെ ഏകദേശം രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരും ഒരു ന്യൂലി വെച്ചാൽ അപ്പം തിരിച്ച് വരുമ്പോൾ അവർക്കുള്ള ചെറിയ റാഗിങ് അതായിട്ടൊന്നുമില്ല, രണ്ടുപേരെ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ രാത്രി ഇതേ വണ്ടിയിൽ അന്താക്ഷരി കളിക്കലും അതും ഇതുമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നൊരു 2 മണിയൊക്കെ ആയിക്കെന്ന് തോന്നുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ റിസപ്ഷൻ്റെ തലേദിവസം സൽമാൻ ഖാൻ്റെ വീട്ടിൽ അവരൊരു പഞ്ചാബി നൈറ്റ് നടന്നിരുന്നു, അതിൻ്റെ ഫോട്ടോസാണിത്. അതിനുശേഷം ഞാൻ റിസപ്ഷൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് അന്നത്തെ കുറച്ച് ഫോട്ടോസ് കണ്ടു നോക്കൂ. അങ്ങനെ നമ്മളെ കസിൻസിൻ്റെ വെഡ്ഡിങ് സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്.
ആ കല്യാണത്തിൻ്റെ വീഡിയോസ് അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതേപോലത്തെ വെഡ്ഡിങ് വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും അങ്ങനെ പല പല വീഡിയോസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹാണ് വരുന്നത്, അതിൻ്റെ പർച്ചേസ് വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.